وَلَنُذِيقَنَّهُم مِّنَ الْعَذَابِ الْأَدْنَىٰ دُونَ الْعَذَابِ الْأَكْبَرِ لَعَلَّهُمْ يَرْجِعُونَ وَمَنْ أَظْلَمُ مِمَّن ذُكِّرَ بِآيَاتِ رَبِّهِ ثُمَّ أَعْرَضَ عَنْهَا إِنَّا مِنَ الْمُجْرِمِينَ منتقمون وَلَقَدْ آتَيْنَا مُوسَى الْكِتَابَ فَلَا تَكُنْ فِي مِرْيَةٍ مِّن لِقَائِهِ وَجَعَلْنَاهُ هُدًى لِبَنِي إِسْرَائِيلَ وَجَعَلْنَا مِنْهُمْ أَئِمَّةً يَهْدُونَ بِأَمْرِنَا لَمَّا صَبَرُوا وَكَانُوا بِآيَاتِنَا يُوقِنُونَ إِنَّ رَبَّكَ هُوَ يَفْصِلُ بَيْنَهُمْ يَوْمَ الْقِيَامَةِ فِيمَا كَانُوا فِيهِ يَخْتَلِفُونَ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീഹി. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, പരിശുദ്ധ ഖുർആന്റെ പഠിതാക്കളെ, സൂറത്തു സജദയുടെ 20 വരെയുള്ള ആയത്തുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ 21 മുതലുള്ള ആയത്തുകളാണ് പഠിക്കുന്നത്. മുകളിൽ ഇന്നത്തെ ക്ലാസ്സിലെ വചനങ്ങൾ നമ്മൾ ഓതി കേട്ടു. 20-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്കുള്ള പ്രതിഫലവും ധിക്കാരികൾക്കുള്ള ശിക്ഷയും തമ്മിൽ താരതമ്യം ചെയ്ത് അതിനുശേഷം അവരുടെ തോന്നിയവാസം പ്രവർത്തിച്ചവരാകട്ടെ അവരുടെ വാസസ്ഥലം നരകമാണെന്നും ആ നരകത്തിൽ നിന്ന് അവർ പ്രവേശിക്കുന്ന സമയത്ത് പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം വീണ്ടും ആ നരകത്തിലേക്ക് തന്നെ അവർ മടക്കപ്പെടുകയും ചെയ്യുമെന്നും അവർ വ്യാജമാക്കി കളഞ്ഞ നിഷേധിച്ച നരകം, അതിൻ്റെ ശിക്ഷ അവർ ആസ്വദിച്ചു കൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇരുകൂട്ടരായ ആളുകൾ, വിശ്വാസികളും അവിശ്വാസികളുടെയും പ്രവൃത്തികളും ഇഹത്തിലും പരത്തിലും, ഇഹത്തിൽ വ്യത്യസ്തമായതുപോലെ തന്നെ പരത്തിലും അവർ വ്യത്യസ്തമായിരിക്കുമെന്നും രണ്ടു കൂട്ടരുടെയും പ്രതിഫലങ്ങളും പര്യവസാനങ്ങളും പരസ്പരം വിരുദ്ധമായിരിക്കുമെന്നും ഖുർആൻ കഴിഞ്ഞ വചനങ്ങളിൽ അവസാനമായി ഓർമ്മപ്പെടുത്തിയത്. സജ്ജനങ്ങൾ, വിശ്വാസികൾ ആനന്ദപരമായ സ്വർഗീയ ജീവിതം അത് വളരെ മഹത്വരമായതാണെന്നും എന്നാൽ അവിശ്വാസികളായ നിഷേധികളായ ആളുകൾക്ക് അസഹ്യമായ നരകശിക്ഷയും അതിൻ്റെ അനുഭവങ്ങളുമായിരിക്കും എന്നുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയത്. അതിനുശേഷം ധിക്കാരികളായ അവിശ്വാസികളുടെ നരകജീവിതവും, എന്നാൽ ധിക്കാരികൾക്കുള്ള ശിക്ഷാ നടപടി പരലോകത്ത് വെച്ചു മാത്രമാണോ ഉണ്ടാവുക? അതൊരിക്കലുമല്ല, ഇഹലോകത്തും അതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 21-ാമത്തെ ഇന്ന് നമ്മൾ ഓതി കേട്ട ആയത്തുകളിലൂടെ വിശദീകരിക്കുന്ന കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ. ഏറ്റവും വലുതായ ശിക്ഷയ്ക്ക് പുറമെ അവർക്ക് നാം താണ ചെറിയ ശിക്ഷയിൽ നിന്ന് ചിലതൊക്കെ ആസ്വദിപ്പിക്കുക തന്നെ ചെയ്യുന്നതാണ്. അവർ ഒരു പക്ഷെ മടങ്ങിപ്പോയേക്കാമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു അങ്ങനെ ചെയ്യുന്നത്. വലനുദീഖന്നഹും, അവർക്ക് നാം ആസ്വദിപ്പിക്കുക തന്നെ ചെയ്യും, മിനൽ അദാബി, ശിക്ഷയിൽ നിന്ന്, അതിന താണതായ അടുത്തതായ, ദൂനൽ അദാബ്, ശിക്ഷയ്ക്ക് പുറമെ, അൽ അക്ബർ, ഏറ്റവും വലിയ ശിക്ഷയ്ക്ക് പുറമെ, ദൂനൽ അദാബിൽ അക്ബർ, ലഅല്ലഹും, അവരായേക്കാം, അല്ലെങ്കിൽ അവരാകുവാൻ വേണ്ടി, യർജിഊൻ, മടങ്ങുന്നവരാകുവാൻ വേണ്ടി ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരമൊരു ശിക്ഷയെ അല്ലാഹു അവർക്ക് നൽകുന്നത്. ശിക്ഷകളിലെ 2 തലങ്ങളാണ് അല്ലാഹു ഈ വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. 2 തരത്തിലുള്ള ശിക്ഷയെ പ്രതിപാദിക്കുകയാണ്. ഒന്ന് അൽ അദാബുൽ അദിന, ചെറിയ ശിക്ഷ,
ഇത് ഈ ലോകത്ത് വെച്ച് നൽകപ്പെടുന്ന ശിക്ഷകളാണ്. രോഗങ്ങളാവാം, ദാരിദ്ര്യങ്ങളാവാം, രോഗം, ക്ഷാമം, യുദ്ധം തുടങ്ങിയ വിവിധ തരത്തിലുള്ള മനക്ലേശങ്ങളും കഷ്ടപ്പാടുകളും ഈ ലോകത്ത് വെച്ച് തന്നെ അവർ അനുഭവപ്പെടും അവർക്ക്. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം അവർ പാഠം പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊണ്ട് മടങ്ങുവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ നൽകുന്നത്. മടങ്ങുന്നില്ല എങ്കിൽ അതിന് പുറമെ പരലോകത്ത് വെച്ച് അതിനേക്കാൾ വമ്പിച്ച, അതാണ് രണ്ടാമത്തെ ശിക്ഷ എന്ന് പറഞ്ഞത്. ദുനിയാവിനേക്കാൾ വലിയ ശിക്ഷ അത് പരലോകത്താണ്. ഇതൊക്കെ ചെറിയ ശിക്ഷയാണ്. ഇവിടെ അനുഭവിക്കപ്പെടുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും അതൊക്കെ ചെറുതാണ്. എന്നാൽ വമ്പിച്ച ശിക്ഷ, അതിൽ നിന്നും അതൊക്കെ മനസ്സിലാക്കി മടങ്ങുന്നില്ല എങ്കിൽ വമ്പിച്ച ശിക്ഷ കൊണ്ട് അവരെ പരലോകത്ത് അല്ലാഹു പിടികൂടും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ്റെ അവതരണ വേളയിൽ അതിൻ്റെ പ്രത്യക്ഷ ശത്രുക്കളായിരുന്ന ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള പല ശിക്ഷകളും അവർക്ക് അനുഭവപ്പെടേണ്ടി വന്നിട്ടുണ്ട്. പല യുദ്ധങ്ങൾക്ക് പുറമെ ഏകദേശം 7 കൊല്ലത്തോളം ഒന്നായി അവർക്ക് വമ്പിച്ച ക്ഷാമം പിടിപെട്ടിട്ടുണ്ട്. മനുഷ്യൻ തിന്നാറില്ലാത്ത, സാധാരണഗതിയിൽ ഭക്ഷിക്കാത്ത പലതും അവർ ഭക്ഷിക്കാൻ നിർബന്ധിതരാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും പരസ്യമായി ധിക്കരിക്കുകയും അഹങ്കരിക്കുകയും ചെയ്ത പല ജനതകളിലും ഇതുപോലെ പലതരത്തിലുള്ള ശിക്ഷകൾ അനുഭവപ്പെട്ടിട്ടുള്ളത് ചരിത്രത്തിൽ നമുക്ക് മുൻകാലങ്ങളിൽ കാണാൻ സാധിക്കുന്ന കാര്യമാണ്. ഖുർആൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ആദ സമുദായമാകട്ടെ, ഹൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ആദ സമുദായമാകട്ടെ, അതുപോലെ തന്നെ സമൂത് സമൂഹത്തിലേക്ക് വന്ന പ്രവാചകന്മാർ കടന്നു വന്ന ആ സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങളാകട്ടെ, അതുപോലെ തന്നെ മദിയൻ സ്വാലിഹ് നബിയുടെ സമൂഹം, അതുപോലെ തന്നെ മദിയൻ സമൂഹത്തിലേക്ക് വന്ന ഷുഐബ് നബി അലൈഹി ഇസ്ലാമയുടെ ആ കാലഘട്ടത്തിലെ ആ സമൂഹത്തിൻ്റെ അവസ്ഥയാകട്ടെ, ഇതൊക്കെ ഇപ്രകാരം നമുക്ക് കാണാൻ സാധിക്കും. ആ പ്രവാചകന്മാരെ ധിക്കരിക്കുകയും അഹങ്കരിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ പേരിൽ അള്ളാഹു ചെറിയ ചെറിയ ശിക്ഷകളെ കൊണ്ട് അവർ ഈ ലോകത്ത് വെച്ച് തന്നെ അവരെ പിടികൂടുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു ജനതയെ മൊത്തത്തിലാവാം, ചിലപ്പം ചില വ്യക്തികളുടെ മേലുള്ള നടപടി പെട്ടെന്ന് സംഭവിച്ചു എന്ന് വരാം. ഇങ്ങനെ പലതരത്തിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അള്ളാഹുവിൻ്റെ ശിക്ഷാ നടപടികൾ നടക്കാതിരിക്കുകയില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇതിനെ സംബന്ധിച്ച് പഠിപ്പിച്ചു തരുന്നത്. ശിക്ഷകൾ ആ നിലക്ക് ബാധിക്കാം. ദുനിയാവിലെ ശിക്ഷ ഒരു അനുഗ്രഹമാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു നിലക്ക് നമ്മൾ നോക്കുമ്പോൾ അതൊരു അനുഗ്രഹമാണ്. കാരണം സാധാരണഗതിയിലെ ശിക്ഷയെ ഭയത്തോടെയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ദുനിയാവിൽ നൽകപ്പെടുന്ന ശിക്ഷ ലക്ഷ്യം മനുഷ്യനെ നശിപ്പിക്കുക എന്നതല്ല, മറിച്ച് അവനെ തിരുത്തുക. അള്ളാഹു ആയത്തിൽ പറയുന്നതാണ്, അവന് തിരുത്തൽ ഉണ്ടാവുക എന്നതാണ്. ആ ആയത്തിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു പറഞ്ഞത് അവർ മടങ്ങിയേക്കാം എന്നുള്ളതാണ്. യർജിഊൻ ലഅല്ലഹും യർജിഊൻ. ഇത് ഈ ശിക്ഷ കണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങാൻ അവർക്കൊരവസരം അള്ളാഹ് നൽകുകയാണ്. മനുഷ്യൻ തൻ്റെ വഴി തെറ്റിപ്പോയപ്പോൾ ശരിയായ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അള്ളാഹുവിൻ്റെ ചില മുന്നറിയിപ്പുകളാണ്, ചില വാണിംഗ് സിഗ്നലുകളാണ് അള്ളാഹു ചെറിയ ശിക്ഷകൾ കൊണ്ട് നൽകുന്നത്. ഖബറിലെ ശിക്ഷയും ചെറിയ ശിക്ഷയിൽ ഉൾപ്പെടുന്നു എന്ന് ചില പണ്ഡിതന്മാർ, ഇബ്നു കസീറിനെ പോലെയുള്ള ആളുകൾ അഭിപ്രായപ്പെടുന്നത് ഈ ചെറിയ ശിക്ഷ എന്നതിൽ ഖബർ ശിക്ഷയും ഉൾപ്പെടുന്നു എന്നാണ്. മഹ്ശറിലെ വലിയ ശിക്ഷയ്ക്ക് മുൻപ് മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ഈ ഗണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള അവസാന അവസരം പരലോകത്തെ ശിക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നൊരു മടക്കമില്ല. ഇതാണ് 20-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞത്. ഇവിടുന്ന് നമുക്ക് നന്നാകാൻ കഴിയുള്ളൂ. മരണത്തോടു കൂടി അത് അവസാനിക്കുന്നു. പിന്നീട് ഖബറിലെ ശിക്ഷയുമൊക്കെ കഠോരമായ ശിക്ഷകളാണ്. പരലോകത്ത് വമ്പിച്ച ശിക്ഷകൾ കൊണ്ട് അവനെ പിടികൂടും. ദുനിയാവിലെ പരീക്ഷണങ്ങൾ അനുഭവിക്കുമ്പോൾ മനുഷ്യന് പശ്ചാത്തപിക്കാൻ, തൗബ ചെയ്യാൻ, അള്ളാഹുവിലേക്ക് മടങ്ങാൻ അവസരമാണ് ഒരുങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ദുനിയാവിലെ പ്രയാസങ്ങൾ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനുള്ള ഒരു നിമിത്തമായി നമ്മൾ കാണണം. പരീക്ഷണങ്ങളെ പോസിറ്റീവായി കാണാൻ ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങൾ വരുമ്പോഴും അതിന് നാം അള്ളാഹുവിൻ്റെ വഴിയിൽ നിന്ന് അകന്നു പോയത് കൊണ്ടാണോ എന്ന് ചിന്തിക്കണം. അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള ഒരു വിളയാളമായി അതിനെ നമ്മൾ കാണണം. അള്ളാഹുവിൻ്റെ കാരുണ്യവും വലിയ ശിക്ഷ നൽകുന്നതിന് മുമ്പുള്ള അള്ളാഹു മനുഷ്യർക്ക് തിരുത്താൻ നൽകുന്ന അവസരമാണ് എന്ന് തിരിച്ചറിയണം. അഹങ്കാരങ്ങൾ വെടിഞ്ഞ് ചെറിയ രോഗമോ സാമ്പത്തിക പ്രതിസന്ധിയോ കുടുംബ പ്രയാസങ്ങളോ ഒക്കെ വരുമ്പോൾ തളർന്നു പോകുന്നതിന് പകരം അള്ളാഹുവിനെ ധിക്കരിക്കാതെ, അഹങ്കാരം കാണിക്കാതെ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകാനുള്ള അവസരമായി നമ്മൾ കാണണം. ഇതാണ് ഈ വചനത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തിയത്.
21-ാമത്തെ ആയത്തിൽ ആ നരകത്തിൽ എത്താതിരിക്കാനുള്ള വഴി കൂടി അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതാണ് 22-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ വളരെ പ്രധാനമായും പഠിപ്പിക്കുന്ന വിഷയം. ഒന്നാമത്തെ ആയത്താണ് നമ്മൾ പഠിച്ചത്. അതുകൊണ്ട് തന്നെ അള്ളാഹു ആയത്തിലൂടെ പഠിപ്പിച്ചത് വലിയ ശിക്ഷയ്ക്ക് പുറമെ ചെറിയ ശിക്ഷകൾ കൊണ്ട് ദുനിയാവിൽ നിന്ന് തന്നെ അള്ളാഹു അവർക്ക് ചില സിഗ്നലുകൾ നൽകുന്നതാണ് എന്നാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തിയത്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ശിക്ഷാ നടപടികൾ ഈ ലോകത്ത് വെച്ച് നടക്കാതിരിക്കുകയില്ല എന്ന് അള്ളാഹു പഠിപ്പിച്ചു. ഇന്നല്ലാഹ ലയുംലി ലിദ്ദാലിമി ഹത്താ ഇദാ അഖ്ദഹു ലം യുഫ്ലിതുഹു ഖാല സുമ്മ ഖറഅ വകദാലിക അഖ്ദു റബ്ബിക ഇദാ അഖദൽ ഖുറ തുടങ്ങിയ വചനം അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസാണ്. ഇവിടെ അമാനി മൗലവി കൊടുക്കുന്നുണ്ട്, മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. അള്ളാഹു അക്രമിയെ അഴിച്ചു വിട്ടേക്കാം, അങ്ങനെ അവനെ പിടിക്കുമ്പോൾ അവന് കുതറി രക്ഷപ്പെടാനാകില്ല എന്നാണ്. ഇന്നല്ലാഹ ലയുംലി ലിദ്ദാലിമി ഹത്താ ഇദാ അഖദഹു ലം യുഫ്ലിതുഹു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അള്ളാഹു അക്രമികളായ ജനതയെ അഴിച്ചു വിട്ടേക്കാം, അങ്ങനെ അവനെ പിടിക്കുമ്പോൾ അവനെ കുതറി രക്ഷപ്പെടാനാകില്ല. അള്ളാഹു അവരെ ഒരു പിടുത്തം പിടിക്കും. പരലോകത്ത് വെച്ച് ആ ശിക്ഷ അവനെ ബാധിച്ചാൽ പിന്നീട് അവന് മടങ്ങി വരാൻ സാധിക്കുകയില്ല. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല 22-ാമത്തെ വചനത്തിൽ ഒമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി സുമ്മ അറള അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ എന്നാണ്. തൻ്റെ രക്ഷിതാവിൻ്റെ ആയത്തുകൾ മുഖേന ഉത്ബോധനം ചെയ്യപ്പെടുകയും എന്നിട്ട് അവയെ വിട്ട് തിരിഞ്ഞു കളയുകയും ചെയ്തവനേക്കാൾ അക്രമി ആരുണ്ട്? നിശ്ചയമായും ആ കുറ്റവാളികളോട് നാം പ്രതികാര ശിക്ഷാ നടപടി എടുക്കുന്നവനാണ് എന്നാണ് അള്ളാഹു ആ ആയത്തിൻ്റെ അർത്ഥമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വമൻ ആരുണ്ട്, അദ്ലമു ഏറ്റവും വലിയ അക്രമി, മിമ്മൻ ഏതൊരുവനേക്കാൾ, ദുക്കിറ അവന് ഉപദേശം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ, ബിആയാത്തി റബ്ബിഹി തൻ്റെ രക്ഷിതാവിൻ്റെ ആയത്തുകൾ മുഖേന, തുമ്മ പിന്നീട്, അറള അവൻ തിരിഞ്ഞു കളഞ്ഞു, അൻഹ അവ വിട്ട്, ഇന്ന നിശ്ചയമായും നാം, മിനൽ മുജ്രിമീൻ കുറ്റവാളികളോട്, മുൻതഖിമൂൻ ശിക്ഷാ നടപടി എടുക്കുന്നവരാണ്, പ്രതികാരമെടുക്കുന്നവരാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഈ വചനത്തിൽ തനിക്ക് ലഭിച്ച ദൃഷ്ടാന്തങ്ങളെയും മുന്നറിയിപ്പുകളെയും ബോധപൂർവം അവഗണിക്കുന്ന ആളുകളുടെ അവസ്ഥയെ അള്ളാഹു വ്യക്തമാക്കുകയാണ്. ഏറ്റവും വലിയ അക്രമി അതാരാണ്? ഖുർആൻ പലയിടത്തും ഇവനേക്കാൾ വലിയ അക്രമി ആരുണ്ട് എന്ന രൂപത്തിലുള്ള ഒമൻ അദ്ലം ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് കാണാൻ സാധിക്കും. സത്യം വ്യക്തമായി മുന്നിൽ വന്നിട്ടും അത് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ മുഖം തിരിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ അക്രമി. സ്വന്തം ആത്മാവിനോട് തന്നെയാണ് അവൻ അക്രമം ചെയ്യുന്നത്. അറിവില്ലായ്മ കൊണ്ടല്ല, മറിച്ച് അഹങ്കാരം, കിബർ അത്തരക്കാരെ സത്യത്തിനെ തള്ളിക്കളയാൻ പ്രേരിപ്പിക്കുകയാണ്. തങ്ങളുടെ ശാശ്വത നന്മയ്ക്കും രക്ഷയ്ക്കും വേണ്ടി ഉപദേശം ചെയ്യപ്പെടുക, അത് തങ്ങളുടെ രക്ഷിതാവിൻ്റെ നാഥനുമായ അള്ളാഹുവിൻ്റെ വചനങ്ങളാവുക, ആ ദൃഷ്ടാന്തങ്ങളെ മുഖേന അത് പഠിപ്പിക്കുക, എന്നിട്ടും അത് സ്വീകരിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാതെ തള്ളിക്കളയുമ്പോൾ അതിൽ പരം അനീതി മറ്റെന്തുണ്ട്? അതുകൊണ്ടാണ് ഇത്തരം കുറ്റവാളികളെ അള്ളാഹു ശിക്ഷിക്കാതെ വിടുകയില്ല എന്ന് പറയാനുള്ള കാരണം. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പല വിധത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ മനുഷ്യരിലെത്തുന്നത്. ഖുർആൻ വചനങ്ങൾ, പ്രബോധകരിലൂടെയും വായനയിലൂടെയും ലഭിക്കുന്ന ഉപദേശങ്ങൾ, അതുപോലെ പ്രപഞ്ച ദൃഷ്ടാന്തങ്ങൾ, ആകാശഭൂമികളിലെ അത്ഭുതങ്ങൾ, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല, അതുപോലെ തന്നെ 21-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ ശിക്ഷകൾ, പരീക്ഷണങ്ങൾ, ഇതൊക്കെ തെളിവുകൾ ലഭിച്ചിട്ടും തിരിഞ്ഞു കളയുക, അറള എന്നത് വലിയൊരു ധിക്കാരമായിട്ടാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. കുറ്റവാളികളോട് പ്രതികാരം, തീർച്ചയായും നാം കുറ്റവാളികളോട് പ്രതികാരം ചെയ്യും. ഇത് അള്ളാഹു ഇവിടെ വളരെ വ്യക്തമായി അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ അവസ്ഥ ഒരാൾക്ക് വരാതിരിക്കാൻ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ ഉൾക്കൊള്ളാൻ, മനസ്സിലാക്കാൻ, പഠിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാകണം. അതുകൊണ്ട് അത്തരം കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ നൽകാതെ അള്ളാഹു ഒരിക്കലും വിടുകയില്ല എന്ന് ഉറപ്പ് നൽകുകയാണ്. അള്ളാഹു മറ്റു മനുഷ്യരോട് കരുണ കാണിക്കുമെങ്കിലും സത്യമറിഞ്ഞിട്ടും ധിക്കാരം കാണിക്കുന്ന മുജ്രിമുകൾ, കുറ്റവാളികൾ അള്ളാഹുവിൻ്റെ ഈ കർശന നീതിക്ക് വിധേയരാകേണ്ടി വരും എന്നതാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. ഒരു ഉപദേശമോ ഖുർആൻ വചനമോ കേൾക്കുമ്പോൾ അതിനോട് നമ്മൾ കാണിക്കുന്ന മനോഭാവം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല, എനിക്ക് ഇതിൻ്റെ ഒന്നും വിഷയമില്ല എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് കളഞ്ഞാൽ
അതിൻ്റെ താക്കീതിൻ്റെ പരിധിയിൽ നമ്മളും വരാൻ കാരണമാകും. അതുകൊണ്ട് ഉപദേശങ്ങൾ അനുഗ്രഹമാണ്, ഖുർആൻ്റെ ആയത്തുകൾ അനുഗ്രഹമാണ്, ഈ പറയുന്ന ദൃഷ്ടാന്തങ്ങൾ അനുഗ്രഹമാണ്, ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ നിലക്ക് നോക്കുമ്പോൾ നമുക്കുള്ള മാർഗദർശനമാണ്. ഇതൊക്കെ മനസ്സിലാക്കി അതിനെ അവഗണിക്കാതെ ഒരു കുറ്റവാളിയായി മാറുന്ന സാഹചര്യമുണ്ടാകാതെ, ആ കുറ്റവാളിയായി മാറിയാൽ നീതി നടപ്പിലാക്കപ്പെടും എന്നോർത്തുകൊണ്ട് ദുനിയാവിൽ വെച്ച് സത്യവിശ്വാസികളെ പരിഹസിക്കുകയും അള്ളാഹുവിനെ ധിക്കരിക്കുകയും ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടാതെ പോകില്ല എന്ന സത്യവിശ്വാസിക്ക് നൽകുന്ന ആശ്വാസവും കൂടിയാണ് ഈ വചനത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ 3 വചനങ്ങൾ കൂടി നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ ഒരു മനുഷ്യന് സത്യം സ്വീകരിക്കാൻ അള്ളാഹു എത്രത്തോളം അവസരങ്ങൾ നൽകുന്നുണ്ട് എന്നത് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും അത് നിരസിക്കുന്നവൻ്റെ പര്യവസാനം എത്ര ഭീകരമായിരിക്കുമെന്നും നമുക്ക് ബോധ്യപ്പെടുത്തി നൽകുന്നുണ്ട്. 23-ാമത്തെ വചനത്തിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിയെക്കുറിച്ചും വേദഗ്രന്ഥത്തെക്കുറിച്ചും പരാമർശിക്കുന്ന വചനമാണ്. നമുക്ക് 23-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുശേഷം പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വലഖദ് ആതൈനാ മൂസൽ കിതാബ ഫലാ തകുൻ ഫീ മിർയത്തിൻ മിൻ ലിഖാഇഹി വജഅൽനാഹു ഹുദൻ ലിബനി ഇസ്രായീൽ. അള്ളാഹു പറയുന്നത് മൂസാ നബിക്ക് നാം വേദഗ്രന്ഥം ഉണ്ടായിട്ടുണ്ട്, എന്നാൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചയെപ്പറ്റി നീ യാതൊരു ആശങ്കയും ആകേണ്ടതില്ല. നാം അദ്ദേഹത്തെ ഇസ്രായേൽ സന്തതികൾക്ക് മാർഗദർശനമാക്കുകയും ചെയ്തു എന്നാണ്. വലഖദ് ആതൈന നാം നൽകിയിട്ടുണ്ട് മൂസാ നബിക്ക് അൽ കിതാബ വേദഗ്രന്ഥം. ഫലാ തക്കുൻ എന്നാൽ നീ ആകരുത്, ഫി മിർയത്തിൻ ഒരാശങ്കയും ഒരു സംശയത്തിലും, മിൻ ലിഖാഇഹി അദ്ദേഹത്തിൻ്റെ കാഴ്ചയെ ഏറ്റെടുക്കുന്നതിനെപ്പറ്റി, വജഅൽനാഹു അദ്ദേഹത്തെ നാം ആക്കുകയും ചെയ്തു, ഹുദൻ മാർഗദർശകനാക്കി, ലിബനി ഇസ്രായീല ബനു ഇസ്രായേലികൾക്ക്, വജഅൽനാ മിൻഹും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞിട്ട് അടുത്ത ആയത്തിൽ പറയാണ്, വജഅൽനാ മിൻഹും അഇമ്മത്തൻ യഹ്ദൂന ബി അംരിന ലമ്മാ സബറു വ കാനൂ ബി ആയാതിനാ യൂഖിനൂൻ. വജഅൽനാ മിൻഹും അവരിൽ നിന്ന് നാം ഉണ്ടാക്കുകയും ചെയ്തു, അഇമ്മത്തൻ ചില നേതാക്കളെ, യഹ്ദൂന മാർഗദർശനം നൽകുന്ന, ബി അംരിന നമ്മുടെ കൽപ്പനപ്രകാരം, ലമ്മാ സബറു അവർ ക്ഷമിച്ചപ്പോൾ, വക്കാനു അവരായിരുന്നു, ബിആയാത്തിന നമ്മുടെ ആയത്തുകളിൽ, യുക്കിൻ ദൃഢവിശ്വാസികളായിരുന്നു. ഇന്ന റബ്ബക ഹുവ യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമത്തി ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ. നിശ്ചയമായും അവർ ഭിന്നിച്ചു കൊണ്ടിരുന്ന കാര്യത്തിൽ നിന്റെ റബ്ബ് തന്നെ അവർക്കിടയിൽ ഖിയാമത്ത് നാളിൽ തീരുമാനം ചെയ്യുന്നതാണ്. ഇന്ന റബ്ബക്ക നിശ്ചയമായും നിന്റെ റബ്ബ്, ഹുവ അവൻ തന്നെയാണ്, യഫ്സുലു തീരുമാനം ചെയ്യും, തീർപ്പ് കൽപ്പിക്കും, ബൈനഹും അവർക്കിടയിൽ, യൗമൽ ഖിയാമത്ത് നാളിൽ, ഫീമ ഏതൊന്നിൽ നിന്ന്, കാനു അവരായിരുന്നു, ഫീഹി അതിൽ, യഖ്തലിഫൂൻ ഭിന്നിക്കുന്ന ആളുകളായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനങ്ങളിലൂടെ 3 ആയത്തുകളാണ് നമ്മൾ കേട്ടത്. ഈ 3 ആയത്തുകൾ, അവസാനം ഓതിയ 3 ആയത്തുകൾ, അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലിഖാ എന്ന വാക്കിന് അർത്ഥം പറയുന്നത് ഏറ്റെടുക്കുക, സ്വീകരിക്കുക എന്നൊക്കെയാണ് അതിനർത്ഥമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ളത്. 23-ാമത്തെ വചനത്തിൽ അതിൻ്റെ പ്രമേയമെന്ന് പറയുന്നത് ചെറിയ ഒരു മാറ്റത്തോട്, ഇതുവരെ പറഞ്ഞ കാര്യത്തിൽ നിന്നൊരു ചെറിയ മാറ്റം സംഭവിക്കുകയാണ്. നരശിക്ഷയും ധിക്കാരികളെയും കുറിച്ചുമൊക്കെ പറഞ്ഞ് അതിനുശേഷം അള്ളാഹു മുൻകാല പ്രവാചകന്മാരെയും വേദഗ്രന്ഥങ്ങളെയും കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ. ഇത് സത്യവിശ്വാസികൾക്ക് ആശ്വാസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കരുത്തും നൽകുന്ന ഒരു വചനമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചരിത്രപരമായ തുടർച്ച, മുഹമ്മദ് നബിക്ക് ഖുർആൻ നൽകിയതൊരു പുതിയ കാര്യമല്ല എന്നും അള്ളാഹു വ്യക്തമാക്കുകയാണ്. മുൻപ് മൂസാ നബിക്കും ഇതുപോലെ വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട്. ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് സംശയിക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണ് അള്ളാഹു ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. ലിഖാഉ എന്ന വാക്കിന് അള്ളാഹു ഏറ്റെടുക്കുക, സ്വീകരിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. അതിൻ്റെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ അവിടെ വലഖദ് ആതൈനാ മൂസൽ കിതാബ ഫലാ തകുൻ ഫീ മിർയത്തിൻ മിൻ ലിഖാഇഹി എന്ന് പറഞ്ഞത്, ആ സർവനാമം, ആ ലമീർ ലിഖാഇഹി എന്ന് പറഞ്ഞത് വേദഗ്രന്ഥത്തെക്കുറിച്ചാണോ അല്ലെങ്കിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിയെക്കുറിച്ചോ ആകാവുന്നതാണ്. രണ്ടും നമുക്ക് മനസ്സിലാക്കാം. ഈ അടിസ്ഥാനത്തിൽ 23-ാം വചനത്തിലെ അവന് മൗലവിയുടെ കൊടുക്കുന്ന കാര്യം, ആദ്യ ഭാഗത്ത് ഒന്നിലധികം വ്യാഖ്യാനങ്ങൾ, ഏകദേശം 2 വ്യാഖ്യാനങ്ങൾ പ്രധാനമായും ആ വാചകഘടനയുടെയും സന്ദർഭവും വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും. ഒന്നാമത്തത്, മൂസാ നബിക്ക് വേദഗ്രന്ഥം നൽകിയിട്ട് അദ്ദേഹത്തിനുണ്ടായ മൂസാ നബിക്കുണ്ടായ കാഴ്ചയെപ്പറ്റി, അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന എതിർപ്പുകളും വിഷമതകളും കുറിച്ച് ഒട്ടും സംശയിക്കാനില്ല. വളരെ കടുത്ത എതിർപ്പുകളും വിഷമതകളുമായിരുന്നു
അതുപോലെ തന്നെയാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനതയ്ക്കും തനിക്കും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു വിശദീകരണമുണ്ട്. രണ്ടാമത്തൊരു വിശദീകരണം, മൂസാ നബിക്ക് വേദഗ്രന്ഥം കൊടുത്തല്ലോ, അതുപോലെ പ്രവാചകനും വേദഗ്രന്ഥം കാണുന്നതിനെ സംബന്ധിച്ചാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ജനങ്ങൾക്ക് മാർഗദർശനം നിയമസംഹിതയുമാകുന്ന ഒരു പൂർണ്ണ ഗ്രന്ഥം തനിക്ക് ലഭിക്കുമാറാകുന്നതിനെക്കുറിച്ച് ഒട്ടും ആശങ്ക വെക്കേണ്ടതില്ല, അത് ലഭിക്കുക തന്നെ ചെയ്യും. ഇതാണ് രണ്ടാമത്തെ ഒരു വ്യാഖ്യാനമുള്ളത്. അതുകൊണ്ട് ഈ വചനങ്ങളിൽ ഒന്ന് രണ്ട് സൂചനകൾ അടങ്ങിയിട്ടുള്ളതായി പ്രധാനമായും കാണാം. ഒന്ന്, ഇസ്രായേലിയർ വേദഗ്രന്ഥം കൈവെടിയുകയും സത്യത്തിൽ നിന്ന് അവർ അകന്നു പോവുകയും ചെയ്തപ്പോൾ അവരെ നയിക്കത്തക്കവണ്ണം ചില നേതാക്കൾ അവർ ഇല്ലാതെയായി എന്ന് നമുക്ക് കാണാം. അതുപോലെ തന്നെ ആ വേദഗ്രന്ഥവും അവിടെ പൂർണ്ണമായും അവതരിപ്പിക്കപ്പെട്ട രൂപത്തിൽ നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടാകാതെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ സാക്ഷാൽ രൂപത്തിൽ അവശേഷിക്കാതെയും പോയിട്ടുണ്ട്. ആ രൂപത്തിൽ അത് ആരാലും അംഗീകരിക്കപ്പെടാതെയും ആയിത്തീർന്നു. അതുകൊണ്ടൊരു പുതിയ ന്യായപ്രമാണത്തിൻ്റെ ആവശ്യകത വന്നു. ആ ഗ്രന്ഥം കാലാവസാനം വരെ അവശേഷിക്കുന്നതാകണം. അതിൻ്റെ അധ്യാപനങ്ങൾ എല്ലാ കാലത്തും യഥാവിധി തുറന്നു കാട്ടുവാൻ പര്യാപ്തമായ ആളുകൾ ഉണ്ടായിരിക്കുകയും വേണം. അതാണ് പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിക്കുന്നത്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഖുർആൻ തന്നെ പറഞ്ഞതാണ്, ഖുർആനെ ഞാനാണ് അവതരിപ്പിച്ചത്, അത് ഞാൻ തന്നെ കാത്തു സൂക്ഷിക്കുന്നതാണെന്ന് സൂറത്തു ഹിജ്റിൻ്റെ 9-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അത് മാർഗദർശനമില്ലാതെ എൻ്റെ സമുദായത്തിൽ നിന്നൊരു വിഭാഗം ആളുകൾ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് എന്നും നിലകൊള്ളുകയും ആ സമൂഹം എത്ര ന്യൂനപക്ഷമാണെങ്കിലും അവരെ ആര് പരിഹസിച്ചാലും ആരവരെ എന്തു പറഞ്ഞാലും അവർക്കൊന്നും അത് ബാധിക്കുകയില്ല എന്നും അവരോട് ഭിന്നിച്ചു നിൽക്കുന്നവരാകട്ടെ അവർക്ക് ഉപദ്രവവും തടസ്സവും വരുത്തുകയില്ല എന്നും അങ്ങനെ അവർ അതേ നിലയിലായിരിക്കും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ കാലാവസാനം വരെ അഖീദപരമായും വിശ്വാസപരമായും ഒക്കെ കൊണ്ടു നടക്കുന്ന യഥാർത്ഥ സലഫു സ്വാലിഹീങ്ങളുടെ മാർഗം പിന്തുടർന്നു പോകുന്ന ആളുകളാണെന്നുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനങ്ങളിലൂടെ നമ്മളെ വളരെ പ്രധാനമായും പഠിപ്പിക്കുന്നതായി പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാണ് അള്ളാഹു ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെക്കുറിച്ച് ആർക്കും ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല എന്ന കാര്യങ്ങൾ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിന് പല നിലക്കുള്ള അതുപോലെ തന്നെ ഈ ഇവിടെ ലിക്കാഹി എന്ന് പറഞ്ഞ കണ്ടുമുട്ടുന്നതിനെക്കുറിച്ച് പല നിലക്കുള്ള വ്യാഖ്യാനങ്ങൾ, ഒന്നിലധികം വ്യാഖ്യാനങ്ങൾ കാണാൻ സാധിക്കും. 1, 2, 3 വ്യാഖ്യാനങ്ങളൊക്കെ തഫ്സീറുകളിലുണ്ട്. മൗലവിയുടെ പ്രധാനപ്പെട്ട 2 വിശദീകരണങ്ങൾ അതിനെ സംബന്ധിച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലാഹു അഅലം. ഏതാണെങ്കിലും അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കഴിയണം. അതുപോലെ തന്നെ ഈ വചനത്തിലൂടെ അള്ളാഹു മറ്റ് ചില ആശയങ്ങൾ കൂടി നമ്മളെ പ്രധാനമായും ഓർമ്മപ്പെടുത്തുന്നതായി കാണാൻ സാധിക്കും. നേതൃത്വത്തിനുള്ള യോഗ്യത, ഇസ്രായേൽ സന്തതികൾ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ നേതാക്കളെ തിരഞ്ഞെടുത്തത് എന്ന് കൂടി ഈ വചനം വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാർഗദർശനം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നേതാക്കൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരമല്ല ജനങ്ങളെ നയിക്കേണ്ടത്, മറിച്ച് നമ്മുടെ കൽപ്പന പ്രകാരം യഹ്ദൂന ബി അംരിന ആയിരിക്കണം. അള്ളാഹു അവതരിച്ച പ്രമാണങ്ങൾക്കനുസൃതമായി ജനങ്ങളെ നയിക്കുന്നവരാണ് യഥാർത്ഥ നേതാക്കന്മാർ, പണ്ഡിതന്മാർ എന്ന കാര്യം ഇതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾക്ക് ശേഷമുള്ള പദവി ഇസ്രായേൽ സന്തതികൾക്ക് ഫിർഔനിൻ്റെ മർദ്ദനങ്ങളിൽ ക്ഷമ പാലിക്കുകയും മൂസാ നബി അലൈഹി സ്വലാമിനുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തപ്പോഴാണ് അള്ളാഹു അവർക്ക് ഭൗതികമായും ആത്മീയമായും ഉന്നതി നൽകിയതെന്നും ഒരു ജനത ഉന്നതരാകുന്നത് സുഖസൗകര്യങ്ങളുടെ അല്ല എന്നും മറിച്ച് പരീക്ഷണ ഘട്ടങ്ങളിൽ കാണിക്കപ്പെടുന്ന ക്ഷമയും അതിലൂടെയാണ് എന്ന സന്ദേശവും കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിലൂടെ പ്രധാനമായും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 25-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്ന കാര്യം, അന്തിമ വിധികർത്താവ്, ദ അൾട്ടിമേറ്റ് ജഡ്ജ് എന്ന് പറയുന്നത് അള്ളാഹുവാണ്. എല്ലാ മതപരമായ കാര്യങ്ങളിലും സത്യത്തെക്കുറിച്ചും മുൻകാല സമൂഹങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് ബനൂ ഇസ്രായേലിൽക്കിടയിൽ വലിയ തർക്കങ്ങളുണ്ടായിരുന്നു. ആരാണ് ശരി, ആരാണ് തെറ്റ് എന്നതിനെക്കുറിച്ച്. അവിടെ അത്തരം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. എന്നാൽ ഇതിനെല്ലാം അന്തിമവും നീതിപൂർവമായ വിധി നൽകാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കൂ എന്നതാണ് അള്ളാഹു ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. ഖിയാമത്ത് നാളിലെ വിധി അത് അള്ളാഹു പറയുകയാണ്, യഫ്സുലു ബൈനഹും യൗമൽ ഖിയാമത്തി, തീർച്ചയായും ആ വിധി അവിടെ വിധി കൽപ്പിക്കപ്പെടും. ആ പദപ്രയോഗം അത് നമ്മളെ കൂടുതൽ മനസ്സിലാക്കി തരുന്നുണ്ട്. സത്യവും അസത്യവും തമ്മിൽ അന്ന് വേർതിരിക്കപ്പെടും. നീതിമാന്മാരായ ആളുകളെയും കുറ്റവാളികളെയും അവിടെ വേർതിരിക്കപ്പെടും. തെമ്മാടികളെയും വിശ്വാസികളെയും അവിടെ വേർതിരിക്കപ്പെടും. സത്യവിശ്വാസികളെയും അവിടെ വേർതിരിക്കപ്പെടും. ഭിന്നതകളുടെ അവസാനം മനുഷ്യൻ പലപ്പോഴും തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി സത്യത്തിൽ ഭിന്നതകൾ ഉണ്ടാക്കുന്നത് 24-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ ക്ഷമയും ദൃഢവിശ്വാസവും കൈവെടിഞ്ഞ് സ്വാർത്ഥന്മാരായി മാറുമ്പോഴാണ് ഇത്തരം ഭിന്നതകൾ ഉണ്ടാകുന്നത്. ഈ ഭിന്നതകൾക്കെല്ലാം വിരാമം കുറിക്കുന്ന
ദുഃഖമായിരിക്കും പരലോകത്തിൻ്റെ അവസാന വിധി എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. സത്യവിശ്വാസികൾ ഈ ലോകം അവരെ അംഗീകരിച്ചിട്ടില്ലെങ്കിലും വിഷമിക്കേണ്ടതില്ല. അള്ളാഹു അന്തിമ വിധി നൽകുന്ന ഒരു ദിവസമുണ്ടെന്നും നമ്മുടെ സത്യസന്ധത അവിടെ ആ ലോകത്ത് ബോധ്യപ്പെടുമെന്നും സത്യത്തെ അതുകൊണ്ട് മുറുകെ പിടിച്ച് ജനങ്ങളെത്ര തർക്കിച്ചാലും ഭിന്നിച്ചാലും അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ അത് മാർഗദർശനമായി കണ്ട് മുന്നോട്ട് പോവുകയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നും അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കി പരലോകത്തിൻ്റെ വിധി കൽപ്പിക്കാനിരിക്കുന്ന കാര്യങ്ങൾ ദുനിയാവിൽ വെച്ച് വിദ്വേഷത്തോടെ തർക്കിക്കുന്ന ഒരു വിശ്വാസിക്ക് ചേർന്ന കാര്യമല്ല എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മളെ വളരെ പ്രധാനമായും പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സത്യനിഷേധിച്ചവർക്കുള്ള താക്കീത് ഈ ആയത്തിലുണ്ട്. ക്ഷമയോടെ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവർക്കുള്ള സൽവാർത്തയും അവർക്കുള്ള സന്തോഷവും ആശ്വാസവും ഈ വചനങ്ങൾ നൽകുന്നുണ്ട്. അതുകൂടെ ഈ വിഷയത്തിൽ ഒരു ഘട്ടം ഈ ആയത്തോടു കൂടി ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വചനം 26-ാമത്തെ വചനത്തിൽ തൊട്ട് നശിപ്പിക്കപ്പെട്ട മുൻകാല തലമുറയുടെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്ന ചില കാര്യങ്ങളാണ് ഇൻഷാ അള്ളാഹു വിശദീകരിക്കുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.